ഇൻ സമ്മിറ്റിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെയും വി കെ ശ്രീകണ്ഠൻ എം പിയെയും വിളിക്കാത്തതിൽ വിശദീകരണവുമായി സംഘാടക സമിതി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഘടിപ്പിച്ചതിനാൽ വിട്ടുപോയെന്നാണ് വിശദീകരണം. സമ്മിറ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം മാത്രമാണ് നടന്നത്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നിരവധി പരിപാടികൾ അടുത്ത മാസങ്ങളിലായി നടക്കും. സർക്കാർ പരിപാടിയായിരുന്നില്ലെന്നും സംഘാടക സമിതി വിശദീകരിച്ചു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് ജില്ലയുടെ ചാർജുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ ക്ഷണിച്ചില്ലെന്ന വാർത്ത ജനം ടി വിയാണ് ആദ്യം പുറത്തുവിട്ടത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എന്തായാലും ഒടുവിൽ വിശദീകരണം വന്നിട്ടുണ്ട്. സംഘാടക സമിതിയുടെ മനഃപൂർവ്വമല്ല, വിട്ടുപോയതാണ്. പക്ഷേ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ ഇതിന് പിന്നിൽ? വിശദാംശങ്ങൾ. അനിൽനമ്പ്യാർ, ഈ വ്യവസായ വകുപ്പിന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ വ്യവസായ വകുപ്പ് അറിഞ്ഞിട്ടില്ല എന്ന തരത്തിൽ പറയുമ്പോൾ അത് തീർത്തും വിശ്വസനീയമല്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ഇന്ത്യ സമ്മിറ്റിൽ മന്ത്രിയെയും എം പിയെയും വിളിക്കാത്തതിലാണ് ഇപ്പോൾ വിശദീകരണം പറഞ്ഞുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഘടിപ്പിച്ചതിനാലാണ് വിട്ടുപോയതെന്നാണ് വിശദീകരണം. സമ്മിറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മാത്രമാണ് നടന്നത്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നിരവധി പരിപാടികൾ അടുത്ത മാസങ്ങളിലായി നടക്കും. ഈ പരിപാടികളിലേക്ക് മന്ത്രിയെയും എം പിയെയും ക്ഷണിക്കുമെന്നാണ് സംഘാടകർ വ്യവസായ വകുപ്പ് പറയുന്നത്. മാത്രമല്ല, വ്യവസായ വകുപ്പിന് പരിപാടിയുടെ സംഘാടനത്തിൽ നേരിട്ട് പങ്കില്ലെന്നും കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറത്തിന്റെ സമ്മിറ്റുമായി സഹകരിക്കുക മാത്രമാണ് വകുപ്പ് ചെയ്തത് എന്നും ഈ സംഘാടകർ പറയുന്നുണ്ട്. സർക്കാർ പരിപാടി ആയിരുന്നില്ല എന്നുൾപ്പെടെയുള്ള വിശദീകരണമാണ് ഇവർ പറയുന്നത്. അതേസമയം തന്നെ നമ്മൾ ജനം ടി വി ആണ് ഇന്ന് ഇത്തരത്തിലൊരു വാർത്ത ആദ്യം പുറത്തുവിട്ടത്. അതായത് ഈ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ പാലക്കാട് ജില്ലയുടെ ചാർജുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയെ തന്നെ ഒഴിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത് അത് തീർത്തും ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്തു നിന്നൊക്കെ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്ന വലിയ പദ്ധതി, ആ വലിയ പദ്ധതിയെ ഈ സംരംഭകരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് അതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും ഈ സംഘാടക സമിതി ഇത്തരമൊരു വിശദീകരണവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇൻ സമ്മിറ്റിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെയും വി കെ ശ്രീകണ്ഠൻ എം പിയെയും വിളിക്കാൻ വിട്ടുപോയതാണെന്ന വിശദീകരണവുമായി സംഘാടക സമിതി. ജനം ടി വിയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.